ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. ഡിജിറ്റൽ ഗോൾഡ്, സ്വർണം ഒരു ആഭരണമായി വാങ്ങാതെ വെറും ഒരു ആപ്പിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കൊരു നല്ല നിക്ഷേപമായി സൂക്ഷിക്കാം. നല്ല പ്രോഫിറ്റും കിട്ടാൻ സാധ്യതയുണ്ട്. എന്ത് എളുപ്പമാണല്ലേ? ഇത് സത്യത്തിൽ സേഫ് ആയിട്ടുള്ള നിക്ഷേപമാണോ? എന്തെങ്കിലും റിസ്ക് ഇതിലുണ്ടോ? സെബി, അതായത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത. സ്വർണം എല്ലാം നല്ലതാണോ? വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. ആദ്യമായിട്ട് എന്താണ് ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് നോക്കാം. സ്വർണം നമുക്ക് കട്ടിയായോ അതോ ആഭരണമായോ നമുക്ക് കോയിനായോ വാങ്ങാതെ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിക്കാനും വിൽക്കാനും കൈവശം വെക്കാനും കഴിയുന്ന ഒരു സംവിധാനത്തിനെയാണ് ഡിജിറ്റൽ ഗോൾഡ് നമ്മൾ പൊതുവെ പറയുന്നത്, അല്ലേ? ഏകദേശം 2012-13 സാമ്പത്തിക വർഷമാണ് ഇത് ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ആൾക്കാർ, അത് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സ്വർണം വാങ്ങി സുരക്ഷിതമായിട്ട് ലോക്കറുകളിൽ സൂക്ഷിക്കുകയും ഫിൻടെക് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൂടി ഇടനിലക്കാർ ആപ്പിലൂടെ, അതായത് ഈ ഓരോ ആപ്ലിക്കേഷനിലൂടെ അത് വിൽക്കുകയും ചെയ്യുന്നു. സാധാരണയായിട്ട് 24 ക്യാരറ്റ് ശുദ്ധിയുള്ള, അത് 24 ക്യാരറ്റ് പ്യൂരിറ്റിയുള്ള സ്വർണ്ണമാണ് സാധാരണ ഇങ്ങനെയുള്ള ആപ്പുകളിൽ ഡിജിറ്റൽ ഗോൾഡായിട്ട് നമ്മൾ വിൽക്കുന്നത്. ഇനി ഇവിടെ ഈ സംഭരണ ഫീസ്, അതുപോലെ പ്ലാറ്റ്ഫോമിന്റെ നിരക്ക്, അത് തുടങ്ങിയവ ഉൾപ്പെടുന്നതിനാൽ സ്വർണത്തിന്റെ യഥാർത്ഥ വിലയേക്കാൾ കൂടുതലായിരിക്കും ഡിജിറ്റൽ ഗോൾഡിന്റെ വില എന്ന് പറയുന്നത്. സാധാരണയായിട്ട് പേടിഎം, അതുപോലെ ഫോൺ പേ, ഗൂഗിൾ പേ, ഇൻക്രെഡ് മണി, അതുപോലെ അങ്ങനെയുള്ള തുടങ്ങിയ കൂടാതെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ ഒക്കെ നമുക്ക് ഈ പറഞ്ഞ ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് മേടിക്കാൻ പറ്റും. ചില ജ്വല്ലറികൾ വഴിയും നമുക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. ഈ വർഷം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച നിക്ഷേപങ്ങളിൽ, അല്ലെ, അസറ്റ്സിൽ ഒന്നാണ് സ്വർണം, അല്ലെ? ഇപ്പൊ സ്വർണ്ണ വിലയിൽ ഈ ഭയങ്കരമായിട്ട് ഒരു കുതിപ്പ്, ഭയങ്കര അപ്രീസിയേഷൻ ഈ ഡിജിറ്റൽ ഗോൾഡിന്റെ ഒരു ആവശ്യകത കൂടുകയും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടുകയൊക്കെ ചെയ്തു. അപ്പൊ അതിൽ വലിയൊരു വർധനമുണ്ടാക്കി മൊത്തം ഡിമാൻഡിൽ. ഈ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം UPI വഴിയുള്ള ഡിജിറ്റൽ ഗോൾഡ് വാങ്ങലുകൾക്ക് വലിയൊരു കുതിപ്പുണ്ടായിരുന്നു. അതായത് വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടായി. അപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഈ വർഷം UPI പേയ്മെന്റ് വഴിയുള്ള ഡിജിറ്റൽ ഗോൾഡിലെ നിക്ഷേപം എന്ന് പറയുന്നത് 9 മാസം കൊണ്ട് ഇരട്ടി ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലെ? എന്ത് വലിയ റിട്ടേൺ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ ഡിജിറ്റൽ ഗോൾഡ് ഇത്രയും പ്രിയപ്പെട്ടതാവാനായിട്ടുള്ള ഒരു കാരണം? ഇവിടെ ഇൻവെസ്റ്റേഴ്സ് യഥാർത്ഥത്തിൽ സേഫ് ആണ്, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതായത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ചില ഇൻവെസ്റ്റ്മെന്റ് മെക്കാനിസംസ്, അതിന്റെ സ്കാമുകളും ഒരുപക്ഷെ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനത്തെ ഒരു വലിയൊരു ബുള്ളിഷായിട്ട് പോപ്പുലറായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അതിന്റെ സ്കാമുകൾ വരുന്നത്. അപ്പൊ നമുക്ക് സുരക്ഷിതമാണോ അല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ്. ഇതിന്റെ സൗകര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്നതും അത് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നതും ഒക്കെ എന്ത് ചെയ്യും, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അടുത്തത് നമുക്ക് ചെറിയ നിക്ഷേപം മതി. അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ 1 രൂപ മുതൽ 10 രൂപ, അങ്ങനെ കുറഞ്ഞ തുകയ്ക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ കുറച്ചുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ലിക്വിഡിറ്റി, ഇതിൻ്റെ ലഭ്യത ഉണ്ട്. അതായത് നമുക്ക് സമയക്രമം ഇല്ലാതെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് മേടിക്കുകയും വിൽക്കുകയും ചെയ്യാം. അതിൻ്റെ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു ഫ്രാക്ഷണൽ ഓണർഷിപ്പ് എന്ന് പറഞ്ഞ പരിപാടി, അതായത് ചെറിയ അംശങ്ങളായിട്ട് സ്വർണ്ണം മേടിക്കാനുള്ള അവസരം കൂടി ഉണ്ട്. അതായത് നമ്മൾ ഫുള്ളായിട്ട് മേടിക്കുന്നത് ചെറിയ പൈസ കൊണ്ടൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. ഈ പറഞ്ഞെല്ലാം കേൾക്കുന്ന സമയത്ത് ഇത് വളരെ അട്രാക്റ്റീവായിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം, അല്ലേ? എന്നാൽ ഒരു നിക്ഷേപം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്, അതിൻ്റെ സുരക്ഷിതമാണ്, സെക്യൂരിറ്റി, സേഫ്റ്റി, അല്ലേ? അപ്പോൾ ഈ സേഫ്റ്റിയെ പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെയാണ് ഈ കഴിഞ്ഞ നവംബർ 8-ാം തീയതി പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ ഡിജിറ്റൽ ഗോൾഡ് ഇടപാടുകൾക്കെതിരെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി, ഒരു വാർണിംഗ് തന്നത്, ഒരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് തന്നത്. അപ്പോൾ ഈ ഇവിടെ കാണിക്കുന്നത് സെബിയുടെ ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. അത് നിങ്ങൾ ഇൻവെസ്റ്റേഴ്സ് സൂക്ഷിക്കണം. കാരണം പലപ്പോഴും നമ്മളുടെ ആവേശം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രീഡ്നെസ് എന്ന് പറയുന്നതും നമ്മുടെ ഒരു ഈസിനെസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, പല സ്കാമുകളിലേക്ക് നമ്മളെ പെടുത്താനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അതോറിറ്റീസ് നമുക്ക് തരുന്ന വാർണിങ്ങുകൾ, ഇൻഫർമേഷൻസ് നമ്മൾ പരിശോധിച്ച് അവർ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണോ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ശേഷം മാത്രമേ അങ്ങനെയുള്ള ഡിജിറ്റൽ ഗോൾഡുകൾ നമ്മൾ ആപ്പ് വഴിയൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇനി എന്താണ് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് നോക്കാം. ഒന്ന്, അതായത് ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു റെഗുലേറ്ററി ഒരു ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. അങ്ങനെ ഒരു നിയന്ത്രണത്തിന്റെ ഒരു അഭാവം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ആപ്പുകളിലൂടെ നമ്മൾ സ്വർണ്ണം മേടിക്കുന്നുണ്ട്, ഡിജിറ്റൽ ഗോൾഡ് മേടിക്കുന്നുണ്ട്. അതായത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബിയുടെയോ അല്ലെങ്കിൽ RBIയുടെയോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒക്കെ ഒരു മേൽനോട്ടം ഇല്ല എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ അത് നമ്മളൊരു അലാമിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ലേ? അപ്പോൾ റെഗുലേറ്ററി സംവിധാനങ്ങൾക്ക്
പുറത്താണ് ഈ ഇടപാടുകൾ നടക്കുന്നത്. ഇത് പറയുന്നത് ഒരു റെഗുലേറ്ററാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ പോയിന്റ് നമ്മൾ കണക്കിലെടുക്കണം. 2, ഈ നിക്ഷേപത്തിൻ്റെ ഒരു സുരക്ഷ, സെക്യൂരിറ്റി. ഇപ്പോൾ നിക്ഷേപിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തകർന്നു എന്ന് വിചാരിക്കുക, അതായത് ബാങ്ക്രപ്റ്റ് ആയി പോവുകയോ നാളെ ഇല്ലാതായി പോവുകയോ ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പൈസ കിട്ടുമോ, സ്വർണം കിട്ടുമോ? കിട്ടില്ല. കാരണം അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. 3, സെക്യൂരിറ്റീസിന് ബാധകമായിട്ടുള്ള സെബിയുടെ ഒരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ മെക്കാനിസം ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപകട സാധ്യത, അതായത് അങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സാധ്യതയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെക്കാനിസം ആണോ നിങ്ങൾ മേടിക്കുന്ന ഗോൾഡ്, അത് ഡിജിറ്റൽ ഗോൾഡ് എല്ലാ ആപ്പിലും മേടിക്കുന്ന അങ്ങനെയാണോ? അതൊരു പക്ഷേ അതിനുള്ള സാധ്യത ആ ഒരു സാധ്യതയിൽ ഉൾക്കൊള്ളുന്ന ഒരു മെക്കാനിസം ആവണമെന്നില്ല ഇത്. അപ്പോൾ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തതിൻ്റെ ഒരു കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയും. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഡിജിറ്റൽ ഗോൾഡിന് തുല്യമായിട്ടുള്ള സ്വർണം മേടിച്ച് സൂക്ഷിക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷെ ചെറിയ പ്ലാറ്റ്ഫോമുകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യില്ല, ഈ വലിയ വലിയ ആളുകൾ, വലിയ വലിയ പ്രമുഖരായിട്ടുള്ള ജ്വല്ലറികളോ അല്ലെങ്കിൽ ആപ്പുകളോ ഒരു പക്ഷേ അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, കറക്റ്റ് ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ചെറിയ അതായത് അധികം പോപ്പുലർ അല്ലാത്തതും ഈ വളരെയധികം പോപ്പുലറായിട്ട് വരാൻ നോക്കുന്നതുമായിട്ടുള്ള മെയിൻ സ്ട്രീമിലൊക്കെ വരുന്ന ചില ആപ്പുകളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. കാരണം അവിടെ ഒരു ഉറപ്പും ചിലപ്പോൾ ഇതിൽ കിട്ടണമെന്നില്ല ഈ പ്ലാറ്റ്ഫോമുകളുടെ കാര്യത്തിൽ. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ വിലയിലുള്ള പ്രൈസിലുള്ള ഡിഫറൻസ് ആണ്. അതായത് വ്യത്യസ്തമായ പേരുകളിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ചാർജ് ഈടാക്കുന്നതിന് അത് നമുക്ക് യഥാർത്ഥ വിലയിൽ അല്ല ഒരു 2-3% വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിന് പുറമെ ഈ സ്വർണം വാങ്ങാനുള്ള 3% GSTയും എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ കോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഇനി നിങ്ങൾ തീരുമാനിക്കണം. അതായത് ഒരു നിക്ഷേപം എന്ന രീതിയിൽ നമ്മൾ ഒരു ഡിജിറ്റൽ ഗോൾഡ് വാങ്ങണോ വേണ്ടത്. മാത്രമല്ല നമ്മൾ ഡിജിറ്റൽ ഗോൾഡ് പൂർണ്ണമായിട്ട് മോശമാണ്, നല്ലതല്ല എന്നല്ല പറയുന്നത്. ഡിജിറ്റൽ ഗോൾഡ് നമ്മൾ മേടിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഒരു റെഗുലേറ്ററി അതോറിറ്റി നമ്മളോട് പറയുന്ന എല്ലാ വാർണിങ്ങുകളും, അലാമിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ആ പാരാമീറ്റേഴ്സ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഇത് മേടിക്കാനായിട്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ ഇതിനെന്തൊരു സൊല്യൂഷൻ അല്ലേ, അതായത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് മേടിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഈ ഡിജിറ്റൽ സ്വർണത്തിൻ്റെ അപകട സാധ്യതകളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് സെബി നിയന്ത്രിത മാർഗങ്ങളിലൂടെ സ്വർണത്തിൽ നിക്ഷേപിക്കാനുള്ള പദ്ധതികളുണ്ടോ, അതിൻ്റെ സാധ്യതകളുണ്ടോ, അത് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം, അത് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഈ ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് നിക്ഷേപങ്ങളിൽ ഒന്നാമത്തെ ഒരുമാതിരി സെക്യൂർ ആയിട്ടുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള സംവിധാനം എന്ന് പറയുന്നതാണ് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളാണ്, ഗോൾഡ് ETF. അത് മ്യൂച്വൽ ഫണ്ട് കമ്പനീസോ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയൊക്കെ ട്രേഡ് ചെയ്യുന്ന വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി റെഗുലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ETF-കൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഗോൾഡ് ETF-കൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത് ഒരുമാതിരിപ്പെട്ട റെഗുലേറ്ററി സംവിധാനങ്ങൾക്കൊക്കെ കീഴിൽ വരുന്ന ഒരു സാധനമായിരിക്കും. രണ്ടാമതെന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഗോൾഡ് റെസീറ്റുകളാണ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യാവുന്നതും സെബിയുടെ നിയന്ത്രണത്തിലുള്ളതുമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഇങ്ങനെയുള്ള റെസീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതും കുറച്ച് സുരക്ഷിതമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ എക്സ്ചേഞ്ച് ട്രേഡഡ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളാണ്. അതായത് സെബിയുടെ നിയന്ത്രണത്തിലുള്ള എക്സ്ചേഞ്ചുകളിലൂടെ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാനുള്ള മറ്റൊരു സാധ്യത കൂടി ഇതാണ് ഈ എക്സ്ചേഞ്ച് ട്രേഡഡ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ. ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രൈസിങ് ഫാക്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇങ്ങനെയുള്ള ഈ കമ്മോഡിറ്റി ട്രേഡർ എക്സ്ചേഞ്ചിലൊക്കെ നമ്മൾ ഗോൾഡും ബുള്ളിയൻസ് ഒക്കെ മേടിക്കുന്ന സമയത്തും അതിൻ്റെ ഒരു പ്രൈസ് ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രൈസ് ഫാക്ടർ അല്ലാതെ ബാക്കിയുള്ള റിസ്ക്, അതായത് ആ സ്വർണം മേടിക്കുമ്പോൾ അതിൻ്റെ വില കിട്ടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യാതിരിക്കാനുള്ള സാധ്യതകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ഞാനീ മുകളിൽ പറഞ്ഞ 3 രീതിയിലുള്ള സംവിധാനങ്ങളിലൂടെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒട്ടും റെഗുലേറ്റഡ് അല്ലാത്ത ഈ ഇന്ന് വന്ന അല്ലെങ്കിൽ നാളെ വന്ന ആപ്പുകളിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും സേഫ് ആയിരിക്കും. ഇതാണ് നമ്മൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്നത് എല്ലാം വളരെ നിക്ഷേപം, അതായത് ഏറ്റവും നല്ല നിക്ഷേപ മാർഗ്ഗമാണ് ഗോൾഡ്. നമുക്കറിയാം, നമുക്ക് ലാസ്റ്റ് ഒരു 10-15 വർഷക്കാലത്ത് ഗോൾഡിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ റിട്ടേൺ തരികയും സേഫായിട്ട് റിട്ടേൺ തരികയും ചെയ്തിരുന്ന ഒരു സംഭവമാണ്. ഈ ഒരു ലാസ്റ്റ് 3 കൊല്ലം എന്താ സംഭവിച്ചത്, വളരെ മാസീവായിട്ട് ഇതിൻ്റെ ഒരു പോപ്പുലാരിറ്റി കൂടുകയും ഇൻവെസ്റ്റ്മെന്റ് വളരെയധികം കൂടുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് 3 വർഷം. ഇവിടെയാണ് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് മെക്കാനിസം പോപ്പുലറായിട്ട് വരുന്ന സമയത്ത് അവിടെ നമ്മളെ പറ്റിക്കാനും നമ്മളെ ചീറ്റ് ചെയ്യാനും നമ്മളെ സ്കാമിൽ പെടുത്താനും റെഡി ആയിട്ടുള്ള ഒരുപാട് ആളുകൾ അതിലേക്ക് വരും. അപ്പം നമ്മൾ പറ്റിക്കപ്പെടരുത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും അതിൽ പറ്റിക്കപ്പെടാൻ പാടില്ല. കാരണം നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരുപക്ഷെ അതിൽ ആക്സസ് കിട്ടും, അപ്രോച്ച് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ തിരിച്ചെടുക്കുന്ന കാര്യം വരുന്ന സമയത്ത് അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങളുടെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്, നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല രീതിയിലുള്ള റിട്ടേൺസ് നിങ്ങൾ ഉണ്ടാക്കുക, എൻജോയ് ചെയ്യുക.
വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെന്റ് വിന്നേഴ്സ്. താങ്ക് യു.